ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫസ്റ്റ് ഷോ. വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു. എന്നിട്ടിപ്പോൾ മൈഥിലിയുടെ എന്ത് സംഭവിച്ചു? പച്ചമരത്തണൽ എന്ന ചിത്രത്തിൻ്റെ ഒരു മോഡലായിട്ടാണ് ആദ്യമായി മൈഥിലി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പക്ഷേ മൈഥിലിയുടെ സിനിമാ അരങ്ങേറ്റമായി കാണുന്നത് 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം എന്ന ഒരു പാതിരാ കൊലപാതകം എന്ന രഞ്ജിത്ത് ചിത്രമാണ്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് മൈഥിലി എത്തിയത്. അഭിനയത്തിന് ഏറെ പ്രശംസകളും ലഭിച്ചു. വിരലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ മൈഥിലിക്ക് സാധിച്ചിരുന്നു. സാൾട്ട് ആൻഡ് പെപ്പർ, ഈ അടുത്ത കാലത്ത് മായാമോഹിനി, മാറ്റിനി, ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്, നാടോടി മന്നൻ തുടങ്ങിയ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളെല്ലാം മൈഥിലി എന്ന നടിയെ അടയാളപ്പെടുത്തി. വളർച്ചയ്ക്കൊപ്പം മൈഥിലിക്കൊപ്പം വിവാദങ്ങളും വന്നിരുന്നു. മാറ്റിനി എന്ന ചിത്രത്തിലെ പോസ്റ്ററിൽ സിഗരറ്റ് വലിച്ചു എന്നാരോപിച്ച് പോലീസ് കേസും നടിക്കെതിരെ വന്നു. പുറത്തു പറയാൻ കഴിയാത്ത ചില വിവാദങ്ങളുടെ പേരിൽ നടിയെ പാപ്പരാസികൾ വേട്ടയാടിയിരുന്നു. വിവാദങ്ങൾ പിന്തുടരുമ്പോഴാണ് മൈഥിലി പതിയെ മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കുറഞ്ഞു. അഭിനേത്രി എന്നതിലുപരം നല്ലൊരു പിന്നണി ഗായിക എന്ന പേര് നേടിയ മൈഥിലി അധികം ആളുകൾ കാണാതായി. എന്നാൽ മൈഥിലി എവിടെയും പോയിട്ടില്ല. ചെയ്യുന്ന സിനിമകൾ പരാജയപ്പെട്ടതോടെ നടി മാനസികമായി തളർന്നു അത്രേ. അതോടെ വളരെ സെലക്റ്റീവ് ആവുകയായിരുന്നു. കഥാപാത്രങ്ങൾ ഏതായാലും തിരക്കഥയും സിനിമയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യൂ എന്ന നിലപാടിൽ തനി ഉറച്ചു നിന്നു. വർഷത്തിൽ 1-2 ചിത്രങ്ങളായാലും മതി എന്നതാണ് മൈഥിലി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം അഭിനേത്രി എന്ന നിലയിൽ മാത്രമാണ് മൈഥിലി മറഞ്ഞു നിൽക്കുന്നത്. സിനിമയിലെ പിന്നണിയിൽ ഇപ്പോഴും മൈഥിലി പ്രവർത്തിക്കുന്നുണ്ട്. ലോഹം എന്ന സിനിമ